ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പിനെസ് ഇൻ ദി ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു മൂന്നാമത്തെ വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ചില സ്വഭാവ വിശേഷണങ്ങൾ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനുകരിക്കാനായിട്ട് പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഏറെക്കുറെ ഒരു 4-5 കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഒന്നാമതേ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ശക്തമായിട്ടുള്ള ഒരു ദൈവവിശ്വാസമുണ്ട്. കാരണം നമുക്കറിയാം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ള ഒരു ബോധ്യമുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അതുപോലെ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദൗത്യമുണ്ട്. നമുക്കൊരു ദൗത്യം നമ്മുടെ തീരുമ്പോൾ അല്ല ദൈവത്തിന് മനസ്സിലാവുകയാണ് ഇനി ഇവനെ കൊണ്ട് ദൗത്യത്തിന് സാധിക്കുകയെന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മെ തിരികെ വിളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ശക്തമായ ഒരു ദൈവാശ്രയ ബോധം, അതുപോലെ ഞാൻ പുള്ളിക്കാരൻ്റെ പല ടോക്കുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ജ്ഞാനം തരണമേ എന്നുള്ളതാണ്. വിസ്ഡം, ഇംഗ്ലീഷിൽ വിസ്ഡം എന്ന് പറയും. അതായത് ദൈവം പണ്ട് സോളമനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ സോളമൻ ചോദിച്ചത് വിസ്ഡമാണ്. നമുക്ക് വിസ്ഡം കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫെയ്ത്ത് പബ്ലിക്കായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അല്ലെ ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനായിട്ട് പലർക്കും മടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളൊക്കെ അത് പറയും, ഹിന്ദുക്കളും പറയും. ക്രിസ്ത്യാനികൾക്കാണ് അത് പറയാനായിട്ട് വളരെയേറെ മടി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ചു കാലം മുമ്പ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ ആത്മീയതയിലൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാം പൊട്ടത്തരമാണെന്നുള്ള രീതിയിൽ ഒരു ക്ലിപ്പ് എനിക്ക് ഫോർവേഡ് ചെയ്തു. അന്നേരം ആ ഫോർവേഡ് ചെയ്ത ആള് ഏറെക്കുറെ അച്ഛനാകുന്നതിൻ്റെ അടുത്ത് വരെ സെമിനാരി പഠിച്ചതായിരുന്നു. ഏറെക്കുറെ തിയോളജി എല്ലാം കഴിഞ്ഞ് ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് പുള്ളിക്കാരൻ ഇട്ടേച്ച് പോകുന്നത്. അന്നേരം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു നമുക്കൊരു നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആ പുള്ളി എന്നോട് പറഞ്ഞ ആൻസർ കേട്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് സങ്കടം തോന്നി. സിബിച്ചേട്ടൻ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, ഇത് അച്ഛന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന മാർഗമല്ലെന്ന്. എന്നാൽ ഈ വ്യക്തിയുടെ ഒരു ജീവിതം, പുള്ളി പള്ളിയിൽ പോകുന്നുണ്ട്, പള്ളിയിൽ റീഡ് ചെയ്യുന്ന ആളാണ്, പാട്ട് പാടുന്ന ആളാണ്, പിള്ളേരെ എല്ലാവരെയും വിടുന്നുണ്ട്, മെത്രാമാരും ഒക്കെ ആയിട്ട് നല്ല ലോകിയുമാണ്. പക്ഷേ പുള്ളിക്ക് ഹൃദയത്തിൽ ദൈവമായിട്ട് യാതൊരു വിശ്വാസവും ഇല്ല. ഇത് ആൾക്കാർ കാണുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ആത്മീയത ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ സമൂഹത്തിലോ ഒരു ഗുണവും ഉണ്ടാകുകയില്ല. കാരണം ദൈവം നമ്മുടെ ഹൃദയമാണ് കാണുന്നത്. ഹൃദയത്തിൽ നമ്മൾ എന്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിസ്ത്യൻ റിലീജിയനെ കുറിച്ച് പറയും, ഹിന്ദുസൻ റിലീജിയനെ കുറിച്ച് പറയും, മുസ്ലിം റിലീജിയനെ കുറിച്ച് പറയും. അത് തന്നെയല്ല, എല്ലാ റിലീജിയനുകളും ദൈവത്തിലേക്കുള്ള ഒരു മാർഗമാണ്. നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ചിലരെ കാണുമ്പോൾ നമ്മൾ എത്തീസ്റ്റ് ആണെന്ന് വിശ്വസിക്കും. പക്ഷേ അവർ നമ്മളെക്കാളും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാരെ എനിക്കറിയാം. അത് ന്യൂമാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബോറിജിനൽ വിക്കർ ഓഫ് ക്രൈസ്റ്റ്. അവരുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ട്. അതുകൂടാതെ നമുക്കറിയാം നല്ല ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സമാധാനവും സന്തോഷവും തരുന്നു. അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോർഡ് യു ഹാവ് മേഡ് us for yourself, therefore our heart is restless until rest in you. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒന്നാമത്തെ ഒരു ക്യാരക്ടറാണ്. പ്രായമായ നമുക്കെല്ലാം അത് അനുകരണീയമാണ്. രണ്ടാമത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കാണുന്ന ഒരു ക്യാരക്ടറാണ്. ഹീസ് എ വെറേഷ്യസ് റീഡർ. ഞാൻ വായന ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു 10-35 വയസ്സിന് ശേഷമാണ് ഞാൻ വായന തുടങ്ങിയത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ വായന തുടങ്ങാത്തതിനെ ഓർത്ത് വളരെയേറെ ഞാൻ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ട്. കാരണം അത്രയും സമയം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത്. അതായത് ഞാൻ സാധാരണ ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വായിക്കും. ശനി ഞായറും ഒക്കെ ഞാൻ അതിൽ കൂടുതൽ വായിക്കും. എന്താണേലും ഒരു ആഴ്ചയിൽ ഒരു 10 മണിക്കൂറെങ്കിലും ഞാൻ വായിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കും. ഞാനൊരു മാസത്തിൽ ഒരു 1-2 ബുക്കെങ്കിലും വായിക്കും. നമുക്കറിയാം ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും നിങ്ങൾ എടുത്തു നോക്കിയേ. ഇപ്പം നമുക്കറിയാം മഹാത്മാഗാന്ധിജി, നമ്മുടെ അബ്ദുൽ കലാം, അതുപോലെ ആരെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നല്ല വായനയുള്ളവരാണ് നല്ലൊരു മാറ്റം ലോകത്ത് കൊണ്ടുവന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ ഒരു പ്രത്യാശ വെക്കുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ജ്ഞാനമാണ്. അതൊരു ദൈവാനുഗ്രഹവും പ്രാർത്ഥനയെന്നും കിട്ടിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമത് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ
നടക്കാൻ പോകുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻസ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് നമുക്ക് മറ്റു പലരെയും അപേക്ഷിച്ച് ഒത്തിരിയേറെ അസുഖങ്ങളൊക്കെ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒത്തിരിയേറെയാണ്. അതൊരു പരിധി വരെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഒത്തിരിയേറെ ചോറും കപ്പയും അതും ഇതും എല്ലാം വലിച്ചു കയറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാതൊരു എക്സസൈസും ചെയ്യാതെ പോകുന്നു. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ച ആ ഒരു മോഡൽ എല്ലാ ദിവസവും നമുക്കൊന്ന് നടക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ആ മുഖ്യമന്ത്രിയുടെ ആ ഒരു കൾച്ചർ നമ്മുടെ കേരളത്തിൽ ഒന്ന് നടപ്പാക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം. ഞാൻ ഈ കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്നപ്പോൾ ഒരു 10-18 വയസ്സുള്ള ഒരു പയ്യൻ്റെ കൂടെ നടക്കാൻ പോയപ്പോൾ, ഞാൻ ഇച്ചിരി സ്പീഡിൽ നടക്കുന്ന ആളാണ്, ഞാൻ നോക്കുമ്പോഴത്തേനും അവൻ ഭയങ്കരമായിട്ട് കഥയ്ക്കുക. അങ്കിളെ പതുക്കെ പോകാൻ പറഞ്ഞു. നോക്കുമ്പോൾ അവന് നടക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഭയങ്കര ശരീരമെല്ലാമായിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ശരീരമായിട്ടൊരു 10 കൊല്ലയുടെയൊക്കെ പോകുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഹാർട്ടൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ 4ാമത് കാണുന്ന ഒരു കാര്യം, സതീശൻ രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീടൊക്കെയുള്ള സമയങ്ങളിൽ തിരക്ക് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാതെ പോകും. ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത, നമ്മുടെ പിള്ളേരൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. കാരണം കുറേ നേരം കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേനും രാത്രിയിലൊക്കെ കുറേ അവർ ഭക്ഷണം കഴിക്കും, കുറേ എക്സസൈസ് ഒക്കെ ചെയ്യും. അതും അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. ഞാൻ പറഞ്ഞില്ല, കാരണം ഇതൊരു നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഒന്ന് ദൈവാശ്രയ ബോധം, പിന്നെ നല്ല രീതിയിലുള്ള ഒരു വായന, പിന്നെ നല്ല രീതിയിൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ പിന്നീട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. കാരണം നമുക്കറിയാം, ഒരു ലീഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിഷനാണ്. കാരണം സാമ്പത്തികമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ആര് വന്നാലും പെട്ടെന്നൊരു അത്ഭുതങ്ങൾ നടത്താനായിട്ട് സാധിക്കില്ല. എന്നാൽ പോലും ആ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്ത് വളരെ വിഷനോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നേരം ഞാനിവിടെ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അഡൽട്ട് ലൈഫിൽ നമുക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഹെൽത്തി മൈൻഡും ഹെൽത്തി ബോഡിയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നതല്ല, നമ്മളൊരു നിത്യജീവന് വേണ്ടി ജീവിക്കുന്നവരാണ്. അന്നേരം ശക്തമായ രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും ഓൾഡ് ഏജിനെ കുറിച്ച് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഓൾഡ് ഏജ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിൽ നിന്ന് വരുന്നതല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ഓൾഡ് ഏജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയാൽ നമുക്ക് ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി മറ്റൊരു അവസരത്തിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും പരിശ്രമിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.